എല്ലാവർക്കും സുഖമല്ലേ? പൊതുവെ പൂരി എന്ന് പറയുന്നത് മിക്കവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷെ കുട്ടീസ് അത് അങ്ങനെ കഴിക്കാറില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൂരി ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക. കുട്ടീസ് ഈ പൂരിക്ക് വേണ്ടി വാശി പിടിക്കും. കുട്ടീസ് എന്നല്ല കേട്ടോ, വലിയവരായാൽ പോലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പൂരി ആയിരിക്കും. പൂരിക്ക് ഒരു സൈഡ് ഡിഷും വേണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര നല്ലോണം മെൽറ്റായി ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ. 1 കപ്പ് ഗോതമ്പാവ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ വെള്ള എള്ള്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 കപ്പ് ചിരകിയ നാളികേരം, 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കര പാനി കുറേശ്ശെ തണുത്തതിന് ശേഷം അത് ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തു. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. എത്ര വലിപ്പത്തിൽ പൂരി വേണോ അതനുസരിച്ച് ബോൾസാക്കി എടുക്കാം. ഈ വലിപ്പത്തിൽ എല്ലാ മാവും ബോൾസാക്കി എടുക്കുന്നുണ്ട്. എല്ലാം ബോൾസാക്കി പൂരിക്ക് പരത്തി എടുക്കാം. നിങ്ങൾക്ക് കല്ലിൽ വേണമെങ്കിൽ കല്ലിൽ ചെയ്തോളൂ. ഞാൻ പ്രസ്സിലാണ് കേട്ടോ പരത്തണേ. എല്ലാം നമ്മൾ പരത്തി ഇനി നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. ഒരെണ്ണ റെഡി ആയിട്ട് സാധാരണ പൂരി പൊന്തണ പോലെ ബോൾ പോലെ പൊന്തില്ല. നമുക്ക് എന്നാലും സാധാരണ രീതിയിൽ പൊന്തും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പൊന്താത്തതിന്റെ കാരണം ചെറിയ നാളികേരം ചേർത്തുണ്ട്, പിന്നെ വെള്ള എള്ളാണ് ചേർത്തേക്കണേ. അത് കാരണമാണ് വല്ലാണ്ട് പൊന്താത്തത്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്വാദ് ഞാൻ പറയണേക്കാട്ടിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുമോ എത്ര സ്വാദ് ഉണ്ടായി എന്നുള്ളത് കമന്റിൽ. അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു പൂരി ആട്ടാ. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയമേ വേണ്ടു. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.